നമ്മുടെ തെയ്യം പെയിന്റിംഗ് വീഡിയോ കണ്ട കുറച്ച് പേരെങ്കിലും മനസ്സിൽ വന്നൊരു ക്വസ്റ്റൻ ആയിരിക്കും, എങ്ങനെയാണ് ഇത് വരയ്ക്കുന്നതെന്ന്. കാരണം ആദ്യം വരയ്ക്കണമല്ലോ, എന്നിട്ടാണല്ലോ പെയിന്റിങ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഈ തെയ്യം പെയിന്റിങ്ങിന് വേണ്ടി തെയ്യം വരയ്ക്കുന്നതെന്നാണ്. പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് കേരള മ്യൂറൽ പെയിന്റിംഗ് അല്ലെങ്കിൽ തെയ്യം പോലത്തെ ഡീറ്റെയിലിംഗ് കൂടുതലുള്ള പെയിന്റിങ്ങുകൾ കാണുമ്പോൾ ഇമീഡിയറ്റ്ലി കയറി അങ്ങ് ജഡ്ജ് ചെയ്യും. അത് ട്രേസ് ചെയ്തതായിരിക്കും. ട്രേസ് ചെയ്ത പിന്നെ ആർക്ക് വേണമെങ്കിലും പെയിന്റ് ചെയ്തോടെ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല കേട്ടോ, എല്ലാ ആർട്ടിസ്റ്റും അങ്ങനെ ട്രേസ് ചെയ്തിട്ടൊന്നും അല്ല വരയ്ക്കുന്നത്. ഒരുപാട് പേര് ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുന്നവരുണ്ട്. ഞാൻ ഇന്നത്തെ ഈ തെയ്യം പെയിന്റിംഗ് വരച്ചിട്ടുള്ളത് ഫ്രീ ഹാൻഡ് ആയിട്ടാണ്. കുറച്ച് ലൈൻസ് വരയ്ക്കാൻ മാത്രം ഞാൻ സ്കെയിൽ ഉപയോഗിച്ചിരുന്നു. അത് പെയിന്റിങ്ങിന്റെ സൈസ് കുറച്ച് വലുതായതുകൊണ്ട് എനിക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ സ്കെയിൽ ഉപയോഗിച്ചത്. ബാക്കിയെല്ലാം ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരച്ചത്. കോമ്പസ് അങ്ങനെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കോമ്പസ് ഒക്കെ ഉപയോഗിക്കേണ്ട ആൾക്കാർക്ക് ഉപയോഗിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഞാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ഇങ്ങനത്തെ പെയിന്റിങ്സ് വരയ്ക്കുമ്പോൾ ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചു പോകാനാണ്. അതുകൊണ്ടാണ് ഞാനിതൊന്നും ഉപയോഗിക്കാതിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫ്രീ ഹാൻഡ് ആയിട്ട് ഈ തെയ്യം വരയ്ക്കുക എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ആദ്യം വരയ്ക്കുന്നത് ഫേസിന് പോർഷനാണ്. തെയ്യം പോലത്തെ ഒരു പെയിൻറ്റിങ്ങിൽ ഒരുപാട് ചെറിയ പാറ്റേൺസ് വരുന്നുണ്ട്. അപ്പോൾ വലിയ എലമെൻറ്റ്സ് ആസ് എ ഹോൾ നോക്കുമ്പോൾ അത് ഭയങ്കര ഡിഫിക്കൾട്ട് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയാലും നമ്മളത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ എലമെൻറ്റ്സ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ വരയ്ക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഈ ഒരു പാറ്റേൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ എലിമെൻറ്റിനെ ചെറിയ ചെറിയ എലിമെൻറ്റ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ വരയ്ക്കുന്നത്. അതുകൊണ്ട് ആദ്യം ഇൻവേർട്ടഡ് ഹാർട്ട് വരയ്ക്കുന്നു. അതിന് മുകളിൽ എം ഷേപ്പിൽ വരയ്ക്കുന്നു. ഇനി ആ പാറ്റേൺ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇൻവേർട്ടഡ് ഹാർട്ട് അല്ലെങ്കിൽ എം ഷേപ്പ് എന്നൊക്കെ പറയുന്നത് ഒട്ടും വരയ്ക്കാൻ അറിയാത്ത ബിഗിനേഴ്സിന് ഈസി ആയിട്ട് എങ്ങനെയാണ് വരയ്ക്കാമെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ്. ലൈൻസ് വരയ്ക്കുമ്പോൾ മെഷർമെൻറ്റ്സ് ഒന്നുമില്ല, ഡിസ്റ്റൻസ് തമ്മിലാണെങ്കിലും മെഷർമെൻറ്റ്സ് ഒന്നുമില്ല. മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനെ വേണമെന്ന്, അങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ മെഷർമെൻറ്റ് ഒന്നും എടുക്കാതെയാണ് ഞാൻ വരച്ചിട്ടുള്ളത്. പക്ഷെ രണ്ട് സൈഡിലും ഈക്വലായിട്ട്, രണ്ട് പോർഷനും ഈക്വലായിട്ട് വരണം എന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ.
ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഈ പാറ്റേൺ മുകളിലും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു എലിമെൻറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഫേസിലെ എലിമെൻറ്റ്സ് വരയ്ക്കാം. ഇനി നമ്മൾ വരയ്ക്കുന്നത് മുഖത്തെഴുത്തിൻ്റെ പാറ്റേൺസ് ആണ് വരയ്ക്കുന്നത്.
വരച്ചത് ആദ്യം തന്നെ അപ്ലോഡ് ചെയ്യാതിരുന്നതിൻ്റെ റീസൺ അതിൻ്റെ പുതുമ നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. കാരണം വരച്ചത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ടാവില്ല എങ്ങനെയായിരിക്കും ഈ പെയിൻറ്റിംഗ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പെയിൻറ്റിംഗ് കാണിച്ചിട്ട് പിന്നെ ഞാൻ വരയ്ക്കുന്നത് ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പെയിൻറ്റിംഗ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഈ പെയിൻറ്റിംഗ് നിങ്ങൾക്ക് വരച്ച് നോക്കണം, പെയിൻറ്റ് ചെയ്ത് നോക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഈ വീഡിയോ കണ്ടവർ പെയിൻറ്റിംഗ് വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലായാലും ഇപ്പോൾ മുകളിലെ ലിങ്കിലായാലും താഴെ ഡിസ്ക്രിപ്ഷനിലായാലും ഒക്കെ ഞാൻ ആ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടവർ ആ വീഡിയോ തീർച്ചയായിട്ടും കാണണം. എന്നിട്ട് എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം. പക്ഷേ ഈ പെയിൻറ്റിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. മറ്റാർക്കെങ്കിലും കൂടി ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.